നമസ്കാരം. ഫിസിക്സ് റാങ്കറിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. കുട്ടികളെ നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇന്ന് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി fall on a photosensitive metal plate, electrons are emitted from the plate അല്ലെങ്കിൽ photosensitive materials. That phenomenon is called photoelectric effect. ഒരു നിശ്ചിത ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി ഉള്ള പ്രകാശം ഫോട്ടോ സെൻസിറ്റീവായിട്ടുള്ള ഒരു മെറ്റീരിയലിൽ വന്ന് വീഴുമ്പോൾ ആ മെറ്റീരിയലിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് തെറിക്കും. ആ പ്രതിഭാസമാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ദ ഇലക്ട്രോൺസ് ആർ കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. അങ്ങനെ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണുകളെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയും. മനസ്സിലായോ? ദ എമിറ്റഡ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. അങ്ങനെ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണുകളെ ഫോട്ടോ ഇലക്ട്രോണുകൾ എന്ന് പറയും. ഇനി നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് പഠിക്കാനുള്ളൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇവാക്വേറ്റഡ് ഗ്ലാസ് ഓർ ക്വാർട്സ് ട്യൂബ്. വായു നീക്കം ചെയ്ത, വായു പാടില്ല. വായു ഉണ്ടായ എന്താ കുഴപ്പം? ഈ ഫോട്ടോ ഇലക്ട്രോൺസ് വരുമ്പോൾ ആ വായുവിൻ്റെ തന്മാത്രകളായിട്ട് കൂട്ടിയിടിച്ച് അതിൻ്റെ എനർജിയൊക്കെ ലോസ്റ്റ് ആവും. അതുകൊണ്ടാണ് ഇവാക്വേറ്റഡ് ഗ്ലാസ് അല്ലെങ്കിൽ ക്വാർട്സ് ട്യൂബ് എടുക്കണം എന്ന് പറയുന്നത്. The experimental arrangement consists of an evacuated glass or quartz tube with 2 electrodes. ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ വായു നീക്കം ചെയ്ത ഒരു ഗ്ലാസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ക്വാർട്സ് കൊണ്ടുള്ള ഒരു ട്യൂബ് ഉണ്ട്. അതാണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി 2 electrodes are placed at the 2 ends. 2 ഇലക്ട്രോഡുകൾ. ഇത് ഫോട്ടോ സെൻസിറ്റീവ് കാഥോഡ്. കണ്ടോ? ഫോട്ടോ സെൻസിറ്റീവ് കാഥോഡ്. ഇറ്റ് ഈസ് കോൾഡ് എമിറ്റർ. കാരണം അത് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യണ കാരണം. ഇനി അതർ മെറ്റൽ പ്ലേറ്റ് ആനോഡ് കോൾഡ് കളക്ടർ ഈസ് പ്ലേസ്ഡ് ഓൺ ദ അതർ സൈഡ്. അപ്പോൾ ഒരറ്റത്ത് കാഥോഡ് എന്ന് പറയപ്പെടുന്ന ഫോട്ടോ സെൻസിറ്റീവായിട്ടുള്ള, അതായത് ലൈറ്റിന് സെൻസിറ്റീവായിട്ടുള്ള മെറ്റൽ പ്ലേറ്റ് ഉണ്ട്. അതിനെ നമ്മൾ എമിറ്റർ എന്ന് പറയും. മറ്റേ അറ്റത്ത് വേറൊരു മെറ്റൽ പ്ലേറ്റ് ആ ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാൻ ആനോഡ് എന്ന് വിളിക്കുന്ന കളക്ടർ ഉണ്ട്. ഇനി ദർ ഈസ് എ മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് വിച്ച് പാസസ് ത്രൂ ദ വിൻഡോ ആൻഡ് ഇറേഡിയേറ്റഡ് വിത്ത് എ ഫോട്ടോസെൻസിറ്റീവ് കാഥോഡ് അല്ലെങ്കിൽ എമിറ്റർ. അപ്പോൾ ഇവിടെ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് കണ്ടു. മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് ഉണ്ട്. ആ മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ ഫോട്ടോ സെൻസിറ്റീവായിട്ടുള്ള കാഥോഡിൽ വന്ന് അല്ലെങ്കിൽ എമിറ്ററിൽ വന്ന് വീഴും. ഇനി എ ക്വാർട്സ് വിൻഡോ ഈസ് പ്രൊവൈഡഡ് ഫോർ ദ ഇറേഡിയേഷൻ ഓഫ് അൾട്രാവയലറ്റ് ലൈറ്റ് വിത്ത് ദ കാഥോഡ് അല്ലെങ്കിൽ എമിറ്റർ. അപ്പോൾ ഇവിടെ ഒരു ക്വാർട്സ് വിൻഡോ ഉണ്ട്. ട്രാൻസ്പാരൻ്റ് ആണ് എന്ന് വെച്ചാൽ കടത്തി വിടുന്നത്. അപ്പോൾ ഒരു ട്രാൻസ്പാരൻറ്റ് ക്വാർട്സ് വിൻഡോ ഉണ്ട്. അതിൽ കൂടെ അൾട്രാവയലറ്റ് റേഡിയേഷൻ വന്ന് ഈ കാഥോഡിൽ അല്ലെങ്കിൽ എമിറ്ററിൽ, ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള എമിറ്ററിൽ വന്ന് പതിക്കും. അതിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പാരൻറ്റ് ക്വാർട്സ് വിൻഡോ ഇവിടെ ഉണ്ട്. ഇത് മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ്. അതും ഈ വിൻഡോയിൽ കൂടെ ഈ ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള എമിറ്റർ വന്ന് വീഴും. അപ്പോൾ ഈ ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഈ കാഥോഡിൽ നിന്ന് കണ്ടോ ഈ ആരോ മാർക്ക് ഇട്ടിട്ട്, ഈ കുത്തിട്ട് ആരോ മാർക്ക് ഇട്ടേക്കുന്നത് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ലൈറ്റ് ഇതിൽ വന്ന് ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള കാഥോഡിൽ വന്ന് വീഴുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ബൈ ഫോട്ടോ സെൻസിറ്റീവ് കാഥോഡ് അല്ലെങ്കിൽ എമിറ്റർ വിച്ച് ഈസ് കളക്റ്റഡ് ബൈ ആനോഡ് ബൈ ദ ഇലക്ട്രിക് ഫീൽഡ്. കണ്ടോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ഈ കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും ഇടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ എമിറ്ററിൽ നിന്ന് വരുന്ന ഇലക്ട്രോൺസിനെ ഈ ആനോഡ് കളക്ട് ചെയ്യും. അതുകൊണ്ട് അതിന് കളക്ടർ എന്ന് പേരിട്ടത്. അപ്പോൾ ഈ ആനോഡ് കളക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും പോസിറ്റീവ് പൊട്ടൻഷ്യൽ നമുക്കിവിടെ റിയോസ്റ്റാറ്റ് ഉപയോഗിച്ച് വേരി ചെയ്യാം. കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും പൊട്ടൻഷ്യൽ വേരി ചെയ്യാൻ, വ്യത്യാസപ്പെടുത്താൻ ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്.
ഇനി അത് കൂടാതെ കണ്ടു ഇതൊരു കമ്മ്യൂട്ടേറ്ററാണ്. എന്താണ്? ദ പൊട്ടൻഷ്യൽസ് ഓഫ് കാഥോഡ് ആൻഡ് ആനോഡ് ക്യാൻ ബി റിവേഴ്സ്ഡ് യൂസിങ് ദിസ് കമ്മ്യൂട്ടേറ്റർ. ആ കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും പൊട്ടൻഷ്യൽ റിവേഴ്സ് ചെയ്യാൻ ഈ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിവൈസ്, ഒരു ഉപകരണം അതും കൂടി ഉണ്ട്. പിന്നെ ഫോട്ടോ കറണ്ട് അളക്കാൻ ഒരു മൈക്രോമീറ്റർ, വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഒരു വോൾട്ട് മീറ്റർ. ഇത്രയാണ് ഈ സെറ്റപ്പ്. നോക്കൂ, ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ എമിറ്റർ കോസസ് ആൻ ഇലക്ട്രിക് കറന്റ് ടു ഫ്ലോ ത്രൂ ദ സർക്യൂട്ട്. ദ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ emitter causes an electric current to flow in the circuit. The photoelectric current can be increased or decreased by varying the potential of collector with respect to emitter. അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റിനെ നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എങ്ങനെ? ഈ ആനോഡിൻ്റെയും കാഥോഡിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യലിനെ വേരി ചെയ്തിട്ട് ചേഞ്ച് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റിനെ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാം. അതിന് ഇത്ര ചെയ്താൽ മതി. ആനോഡ് കളക്ടറിൻ്റെ പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു കാഥോഡിനെ നമുക്ക് ചേഞ്ച് വരുത്താം. ഇനി ദ ഇൻറ്റൻസിറ്റി ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ഓൾസോ ക്യാൻ ബി വേരിഡ്. വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും അതും നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് വരുത്താം. അപ്പോൾ ഇതാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഇനി ഈ ഇതിൽ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കണത്. ഒന്ന്, ഇപ്പോൾ നോക്കൂ, ഒന്നാമത്തെ നമുക്ക് പറയാം ഇൻറ്റൻസിറ്റി, ഇഫക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ നമ്മൾ വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക. എന്ത്? കീപ്പിംഗ് ഫ്രീക്വൻസി ആൻഡ് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻറ്റ്. ഫ്രീക്വൻസിയും പൊട്ടൻഷ്യലും കോൺസ്റ്റൻ്റ് ആക്കി വച്ചിട്ട് വന്നു വീഴുന്ന, കണ്ടോ, ഇവിടെ നിന്ന് വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ ഫോട്ടോ സെൻസിറ്റീവ് എമിറ്റർ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എന്താ? keeping anode potential and frequency constant. When the intensity of incident light increases, more number of electrons are emitted from the cathode അല്ലെങ്കിൽ emitter, photosensitive cathode അല്ലെങ്കിൽ emitter, and the number of photoelectrons increases, hence photocurrent increases. മനസ്സിലായ? അപ്പോൾ ഫ്രീക്വൻസിയും ആനോഡിൻ്റെ പൊട്ടൻഷ്യലും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? കൂടുതൽ തീവ്രതയുള്ള ലൈറ്റ് എമിറ്ററിൽ വന്ന് വീഴുമ്പോൾ എമിറ്റർ കൂടുതൽ ഫോട്ടോ ഇലക്ട്രോൺസിനെ പുറത്തേക്ക് വിടും, എമിറ്റ് ചെയ്യും. അതായത് ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് കൂടും. കണ്ടു? അതാണ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്. കണ്ടു? ഇൻറ്റൻസിറ്റി 0 ആയിരുന്നപ്പോൾ കറൻറ്റ് 0. ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യുന്ന കൂടി ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് കൂടി. അപ്പോൾ കറൻറ്റ് വൈ ആക്സിസിലും ഇൻറ്റൻസിറ്റി എക്സ് ആക്സിസിലും എടുത്തൊരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാവും. അപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് ഇൻക്രീസസ് ലീനിയർലി വിത്ത് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് ലീനിയറായിട്ട് ഇൻക്രീസ് ചെയ്യും. എന്ത്? ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച്, ലൈറ്റിൻ്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് ലീനിയറായിട്ട് ഇൻക്രീസ് ചെയ്യും. അതാണ് ഇൻറ്റൻസിറ്റി, ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റും തമ്മിലുള്ള റിലേഷൻ. ഇനി രണ്ടാമത്തെ, ഇഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഓൺ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ്. പൊട്ടൻഷ്യലിന് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റിൽ എന്ത് പ്രഭാവം ചെലുത്താൻ സാധിക്കും? അപ്പോൾ നമ്മൾ വേരിയേഷൻ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് വിത്ത് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. അപ്പോൾ നമ്മളിവിടെ ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുക. വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയും ആ ലൈറ്റിൻ്റെ ഫ്രീക്വൻസിയും കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ, ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും? ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. അങ്ങനെ അട്രാക്റ്റ് ചെയ്ത് ഏതുവരെ? ആ മുഴുവൻ ഇലക്ട്രോൺസിനെയും അട്രാക്റ്റ് ചെയ്യണ വരെ ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് കൂടും. അപ്പോൾ ആ മുഴുവൻ ഇലക്ട്രോൺസിനെയും അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ പിന്നെ നമ്മൾ ഇവിടെ കൂടുന്നില്ല, കാരണം ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കുക. അപ്പോൾ എന്താണ്? പിന്നെ ഇവിടുന്ന് ഇലക്ട്രോൺസ് വരാനില്ല. അപ്പോൾ കറൻറ്റ് മാക്സിമം എത്തി. അതാണ് സാച്ചുറേഷൻ കറൻറ്റ് എന്ന് പറയും.
കണ്ടു. അപ്പോൾ ആസ് ദ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് ഈസ് ഇൻക്രീസ്ഡ് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് ഇൻക്രീസസ് റീച്ചസ് എ മാക്സിമം വാല്യൂ കോൾഡ് സാച്ചുറേഷൻ കറൻറ്റ്. ദെൻ ഈവൺ ഇഫ് ദ പൊട്ടൻഷ്യൽ ഇൻക്രീസസ് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് ഡസ് നോട്ട് ചേഞ്ച്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റും പൊട്ടൻഷ്യലും തമ്മിലൊരു ഗ്രാഫ് വരച്ചാൽ ആനോഡിൻ്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് കൂടും. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് കൂടും. അത് കഴിഞ്ഞ് ഈ കാഥോഡ് എമിറ്റ് ചെയ്യുന്ന എല്ലാ ഇലക്ട്രോൺസിനെയും ഒരു നിശ്ചിത പോസിറ്റീവ് പൊട്ടൻഷ്യൽ എത്തുമ്പോഴുണ്ടാവും. ഈ ആനോഡിൻ്റെ ഒരു നിശ്ചിത പോസിറ്റീവ് പൊട്ടൻഷ്യൽ എത്തുമ്പോഴുണ്ടാവും. ഈ കാഥോഡിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന എല്ലാ ഇലക്ട്രോൺസിനെ ആനോഡ് അട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കറൻറ്റ് മാക്സിമമായി. മനസ്സിലായോ? പിന്നെ ഇലക്ട്രോൺസ് ഇവിടുന്ന് വരാനില്ല, കാരണം നമ്മൾ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആക്കി വെച്ചേക്കുക ഫ്രീക്വൻസി. അപ്പോൾ പിന്നെ ഇലക്ട്രോൺസ് വരാനില്ല. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസിനെയും അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. കറൻറ്റ് മാക്സിമം എത്തി. ആ കറൻറ്റിനെ പറയുന്ന പേരാണെന്ത്? സാച്ചുറേഷൻ കറൻറ്റ്. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആനോഡിൻ്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യാം. അങ്ങനെ ഡിക്രീസ് ചെയ്ത് കൊണ്ടുമ്പോൾ എന്തുണ്ടാവും? ആനോഡിൻ്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കുറയുമ്പോൾ എന്തുണ്ടാവുക? നല്ല എനർജി ഉള്ള ഇലക്ട്രോൺസിന് മാത്രമേ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടാവും? ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് കുറയും. കണ്ടു? കുറഞ്ഞ് ഒരു നിശ്ചിത നെഗറ്റീവ് പൊട്ടൻഷ്യൽ കണ്ടു? ആനോഡിൻ്റെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ റിവേഴ്സ് ചെയ്തു നമ്മൾ. ആനോഡിൻ്റെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എത്തുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് 0 ആയി. ഈ പൊട്ടൻഷ്യലിനെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 എന്ന് പറയും. അതായത് ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള ഇലക്ട്രോണിനെ വരെ, ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോണിനെ വരെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ആ പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണെന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ ആനോഡിൻ്റെ പോസിറ്റീവ് ഒരു നിശ്ചിത ഇത് കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് ഒരു കാര്യമില്ല. കാരണം എല്ലാ ഇലക്ട്രോൺസും അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻറ്റൻസിറ്റിയും ഫ്രീക്വൻസിയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് എല്ലാ ഇലക്ട്രോൺസിനെയും അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് കൂടില്ല, സാച്ചുറേഷൻ കറൻറ്റ് എത്തി. അപ്പോൾ നമ്മൾ ആനോഡിൻ്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കുറച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വെൻ ദ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ദ ആനോഡ് ഈസ് ഡിക്രീസ്ഡ്, അപ്പോൾ കുറഞ്ഞ് പിന്നെ നെഗറ്റീവിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? കണ്ടു? പോസിറ്റീവ് കുറയുമ്പോൾ എന്താണ്? ഇവിടുത്തെ ഇലക്ട്രോൺസിന്, എനർജിയുള്ള ഇലക്ട്രോൺസിന് മാത്രമല്ലേ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ എനർജി ഉള്ളവർക്ക് മാത്രമല്ലേ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ഇലക്ട്രോൺസും അങ്ങോട്ട് എത്തില്ല. മനസ്സിലായ? അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് കുറഞ്ഞ് അങ്ങനെ 0 എത്തും. അപ്പോൾ ആനോഡിന് ഒരു നിശ്ചിത നെഗറ്റീവ് പൊട്ടൻഷ്യൽ വരുമ്പോൾ ഏറ്റവും എനർജറ്റിക് അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള ഇലക്ട്രോൺസിനെ വരെ സ്റ്റോപ്പ് ചെയ്തു. ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് 0 ആയി. ആ പൊട്ടൻഷ്യലിന് പറയുന്ന പേരാണെന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് വിച്ച് സ്റ്റോപ്സ് ദ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ്, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് ഈസ് സ്റ്റോപ്ഡ്. ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് 0 ആകുന്ന ആനോഡിൻ്റെ റിവേഴ്സ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണെന്ത്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അപ്പോൾ അറ്റ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ സമയത്ത് കൈനറ്റിക് എനർജി ഓഫ് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡിലെ എനർജി EV0 കണ്ടു? അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം എന്താ? 12mv² മാക്സിമം ഈക്വൽസ് EV0 കണ്ടു? കൈനറ്റിക് എനർജി മാക്സിമം കൈനറ്റിക് എനർജി ഉള്ളവരെ വരെ സ്റ്റോപ്പ് ചെയ്തു. ആര്? ഈ ആനോഡിൻ്റെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പോൾ കൈനറ്റിക് എനർജി മാക്സിമം ഈക്വൽസ് ഇലക്ട്രിക് ഫീൽഡ് എനർജി EV0. അപ്പോൾ 12mv² മാക്സിമം കണ്ടു? ഏറ്റവും മാക്സിമം സ്പീഡുള്ള ഇലക്ട്രോണിനെ വരെ അവിടെ തടഞ്ഞു നിർത്തി. ഇങ്ങോട്ട് എത്താൻ, ആനോഡിൻ്റെ അടുത്തേക്ക് എത്താൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ 12mv² മാക്സിമം ഈക്വൽസ് EV0. മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഫോർ വിച്ച് the minimum negative potential V0 for which the photocurrent stops or becomes 0 is called cutoff or stopping potential. അപ്പോൾ മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ, ആനോഡ് പ്ലേറ്റിൻ്റെ മിനിമം നെഗറ്റീവ് പൊട്ടൻഷ്യൽ V0, ആ പൊട്ടൻഷ്യൽ എത്തുമ്പോൾ എന്തുണ്ടാവും? ഫോട്ടോ കറൻറ്റ് നിൽക്കും, അല്ലെങ്കിൽ 0 ആവും. ആ പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണെന്ത്? കട്ട് ഓഫ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. മൂന്നാമത്തെ, ഇഫക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതായത് വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് തീവ്രതയുടെ അനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോണത്. മൂന്നാമത്തെ പോയിന്റ്.
അപ്പോൾ the experiment is repeated with different values of intensity of light, keeping the frequency constant. Frequency same ആക്കിയിട്ട് ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റുമായിട്ട് എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തു. അതായത് ഫ്രീക്വൻസി ഒരേ ഫ്രീക്വൻസി ഉള്ള പല ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് വെച്ച് എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തു എന്നർത്ഥം. അപ്പോൾ നോക്കൂ, കണ്ടു, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ റിമെയിൻസ് ദ സെയിം. As the intensity increases, number of photoelectrons increases and hence photocurrent increases. അപ്പോൾ ഇതിൽ I1 ആണ് ഏറ്റവും കുറവ് ഇൻറ്റൻസിറ്റി, I2 അതിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റാണ്, I3 അതിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റാണ്. എല്ലാം സെയിം ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഈ 3 ലൈറ്റിനും ഫ്രീക്വൻസി സെയിം ആണ്. അപ്പോൾ ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ട് കൊണ്ടു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, അതായത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഇല്ലാണ്ടാക്കാൻ, സീറോ ആക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് മാറ്റില്ല, എല്ലാം V0 തന്നെ. പക്ഷേ അതേസമയം എന്താണ്, ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ നമ്മൾ ഒന്നാമത് കണ്ടു കഴിഞ്ഞാണ്, ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ എന്തുണ്ടാവും, നല്ല തീവ്രതയുള്ള പ്രകാശം ഫോട്ടോ സെൻസിറ്റീവ് കാഥോഡിൽ അല്ലെങ്കിൽ എമിറ്ററിൽ വന്ന് വീഴുമ്പോൾ എന്തുണ്ടാവും, കൂടുതൽ ഫോട്ടോ ഇലക്ട്രോൺസ് തെറിക്കും, എമിറ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും, അപ്പോൾ ഫോട്ടോ കറൻറ്റ് കൂടും. കണ്ടു. അപ്പോൾ ഇതിൽ I3 ആണ് കൂടുതൽ ഇൻറ്റൻസിറ്റി ഉള്ളത്, അപ്പോൾ കൂടുതൽ കറൻറ്റ് കണ്ടു. ഇത് ഫോട്ടോ കറൻറ്റ് I ആണിത്, കറൻറ്റ് Y ആക്സിസിൽ കറൻറ്റ് I. അപ്പോൾ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് കണ്ടു ഫോട്ടോ കറൻറ്റ് കൂടുതൽ, I3 ആണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ I3 ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ I3യിലുള്ള കറൻറ്റ് കണ്ടു കൂടിയത്, I1 ഏറ്റവും കുറവ് ഇൻറ്റൻസിറ്റി, അപ്പോൾ അതിൽ കറൻറ്റ് കണ്ടു കുറഞ്ഞു. അപ്പോൾ ഇതാണ് ഏത് ഇഫക്റ്റ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ആസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഇൻക്രീസസ്, the number of photoelectrons emitted per second and hence the saturation current അല്ലെങ്കിൽ ഫോട്ടോ കറൻറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻറ്റൻസിറ്റി. അപ്പോൾ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഒരു സെക്കൻഡിൽ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ സാച്ചുറേഷൻ കറൻറ്റ് അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറൻറ്റ് കൂടുന്നു. But as the kinetic energy of the photoelectrons remains constant, the stopping potential also remains constant. ഈ കൈനറ്റിക് എനർജി, ഫോട്ടോ ഇലക്ട്രോണുകളുടെ കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആണ്. കൈനറ്റിക് എനർജി കൂടുന്നില്ല. കൈനറ്റിക് എനർജി കൂടാത്തത് കൊണ്ട്, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും എന്താണ്, ഇൻറ്റൻസിറ്റി മാറിയതുകൊണ്ട് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് മാറ്റം വരുന്നില്ല. കാരണം എന്താ, കൈനറ്റിക് എനർജി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. കണ്ടോ. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ് V0 എല്ലാവർക്കും. അപ്പോൾ നമുക്കിത് ഒറ്റ വാക്കിൽ എങ്ങനെ പറയാം, for a given frequency of incident light, the stopping potential is independent of intensity of light. For a given frequency of incident light, the stopping potential is independent of intensity of light. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ തന്നിരിക്കുന്ന ഒരു ഫ്രീക്വൻസിയിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻറ്റൻസിറ്റിനെ ആശ്രയിക്കണില്ല. മനസ്സിലായ, തന്നിരിക്കുന്ന ഒരു നിശ്ചിത ഫ്രീക്വൻസിയുള്ള ലൈറ്റിന് ഇൻറ്റൻസിറ്റി കൂടിയാലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് വ്യത്യാസം വരുന്നില്ല എന്നർത്ഥം. നാലാമത്തെ, ഇഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസിക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൽ എന്ത് ഇഫക്റ്റാണ് ഉള്ളതെന്നാണ് നോക്കാൻ പോണത്. നോക്കൂ, ദ എക്സ്പെരിമെൻറ്റ് ഈസ് റിപ്പീറ്റഡ് വിത്ത് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്, കീപ്പിംഗ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് കോൺസ്റ്റൻറ്റ്. വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണു, ഫ്രീക്വൻസി വ്യത്യാസപ്പെടുന്നു. അപ്പോൾ ഇവിടെ അതാണ് വച്ചിരിക്കുന്നത്, ν3 ഗ്രേറ്റർ ദാൻ ν2 ഗ്രേറ്റർ ദാൻ ν1. ഇവിടെ ഏറ്റവും കുറവ് ഫ്രീക്വൻസി ν1 ആണ്, ν1നേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയുടെ ν2, ν2വിനേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിൻ്റെ ν3. അപ്പോൾ ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഫ്രീക്വൻസി കൂട്ടുമ്പോൾ എന്തുണ്ടാവും, ആ എമിറ്റ് ചെയ്യണ ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കൂടും, അവരുടെ എനർജി കൂടും. എനർജി കൂടുമ്പോൾ എന്തുണ്ടാവുക, കൂടുതൽ നെഗറ്റീവ് അല്ലെങ്കിൽ റിട്ടാർഡിങ് പൊട്ടൻഷ്യൽ വേണം അവരെ തടയാൻ. ഒരു കുട്ടി പതുക്കെ വരികയാണെങ്കിൽ നമുക്ക് പതുക്കൊന്ന് ചെറിയൊരു ബലം പ്രയോഗിച്ചാൽ മതി, ആ കുട്ടിയെ നിർത്താം. ആ കുട്ടി കുറച്ചും കൂടെ സ്പീഡിൽ വരികയാണെങ്കിലോ നമ്മൾ കുറച്ചും കൂടെ ശക്തി പ്രയോഗിക്കണം ആ കുട്ടീനെ പിടിച്ച് നിർത്താൻ. ഇനി ആ കുട്ടി ഭയങ്കര സ്പീഡിൽ ഓടി വരികയാണെങ്കിലോ നമ്മൾ നല്ല ശക്തി പ്രയോഗിച്ചിട്ട് വേണം ആ കുട്ടീനെ നിർത്താൻ. അതുപോലെ തന്നെ വെൻ ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഇൻക്രീസസ്, വന്നു വീഴുന്ന റേഡിയേഷൻ്റെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടുമ്പോൾ എന്തുണ്ടാവും, കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ് ഇൻക്രീസസ്. ആ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ എന്തുണ്ടാവുക, മോർ റിട്ടാർഡിങ് അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ദം.
അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിൻ്റെ അല്ലെങ്കിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൂടുതൽ വേണം അല്ലേ. ഇവിടുത്തെ ഉണ്ടോ ഫ്രീക്വൻസി കൂടുമ്പോൾ ഇവിടുന്ന് വരുന്ന ഇലക്ട്രോൺസിൻ്റെ എനർജി കൂടും. എനർജി കൂടി കഴിഞ്ഞാൽ എന്തുണ്ടാവും? കൂടുതൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ വേണം ഇവരെ തടയാൻ. ഒരു എനർജി നല്ല എനർജിയിൽ ഇങ്ങനെ ആനോഡിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അപ്പോൾ ആനോഡ് എന്ത് ചെയ്യണം? ആനോഡിന് നല്ല നെഗറ്റീവ് പൊട്ടൻഷ്യൽ വേണം അവരെ തടയണമെങ്കിൽ. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ കൂടുതൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റിറ്റാർഡിങ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേണം എന്തിന്? അവരെ തടഞ്ഞു നിർത്താൻ. മനസ്സിലായി? ഒറ്റ സെൻറ്റൻസിൽ എന്ത് പറയാം? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. ബട്ട് എന്താണ്? സാച്ചുറേഷൻ കറണ്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. കാരണം ഇൻറ്റൻസിറ്റി മാറുന്നില്ല. ഇൻറ്റൻസിറ്റി കൂടിയാലേ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുള്ളൂ, അപ്പോഴേ കറണ്ട് കൂടുള്ളൂ. ഇവിടെ ഇൻറ്റൻസിറ്റി നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കിയേക്കുക. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കണ്ടു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടിയിട്ടല്ലോ. ν3 കണ്ടോ മൂന്നാമത്തെ. അതിന് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ ഏറ്റവും കൂടുതൽ റിറ്റാർഡിങ് പൊട്ടൻഷ്യൽ കണ്ടു V03. അതിലും കുറവുള്ളതിന് കുറച്ച് റിറ്റാർഡിങ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്നുണ്ടോ. ഇങ്ങോട്ട് പോരുന്നതൊരു നെഗറ്റീവ് കൂടുകയാണ്. അപ്പോൾ പക്ഷേ ഇൻറ്റൻസിറ്റിക്ക് മാറ്റം വരുത്താത്തതാണ്. എല്ലാവർക്കും ഒരേ സാച്ചുറേഷൻ കറണ്ടാണ് തരുന്നത്, ഇൻറ്റൻസിറ്റി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് ഇൻക്രീസ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓൾസോ ഇൻക്രീസസ്. വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടും. അഞ്ചാമത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ് കണ്ടോ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഗ്രാഫ്. ആസ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ഇൻക്രീസസ് എന്താണ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓൾസോ ഇൻക്രീസസ്. അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ് ലീനിയർലി വിത്ത് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. വന്നു വീഴുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും എന്താണ്? ലീനിയറായിട്ട് കൂടും. കണ്ടോ ഇവിടെ കണ്ടോ എ എന്ന മെറ്റലിന് ഫ്രീക്വൻസി കുറവാണ് കണ്ടോ. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കണ്ടോ കൂടുന്നത് കണ്ടോ. ഇനി നോക്കൂ ബി എന്ന മെറ്റലിന് ഫ്രീക്വൻസി കൂടുതൽ ഇൻസിഡൻറ്റ് ഇത് ബി എന്ന മെറ്റല്ല. അപ്പോൾ ബിയിൽ നോക്കൂ ഫ്രീക്വൻസി കൂടുതൽ കണ്ടോ. അതിൻ്റെ അനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കണ്ടോ ലീനിയറായിട്ട് കൂടുന്നു. ഇഫ് വി പ്ലോട്ട് എ ഗ്രാഫ് ബിറ്റ്വീൻ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 ആൻഡ് ഫ്രീക്വൻസി ഫോർ ഡിഫറെൻറ്റ് മെറ്റൽസ്. നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും പല മെറ്റൽസിന് ഇവിടെ 2 മെറ്റൽസ് വരച്ചിട്ടുണ്ട്. 2 മെറ്റൽസിൻ്റെ ഗ്രാഫ് വരച്ചേക്കണുണ്ടോ. ഈ ഗ്രാഫിൽ നിന്ന് അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 വേരീസ് ലീനിയർലി വിത്ത് കണ്ടോ ലീനിയർലി വിത്ത് എന്താണ്? ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ for a given photosensitive material. The stopping potential varies linearly with the frequency of incident light for a given photosensitive material. തന്നിരിക്കുന്ന ഒരു ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയലിന് ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ലീനിയറായിട്ട് ഇൻക്രീസ് ചെയ്യും. ഇനി there exists a certain minimum frequency for which the stopping potential is 0. ഏത് മെറ്റൽ എടുത്താലും അതിനൊരു മിനിമം ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിൽ കണ്ടോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പോൾ എ മെറ്റലിൻ്റെ ഫ്രീക്വൻസി ν0 ഉണ്ടോ. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആയിട്ടുള്ള ഫ്രീക്വൻസി ഇവിടെയാണ്. ബി മെറ്റലിൻ്റെ ഫ്രീക്വൻസി ഇവിടെയാണ് ν0B. ഇത് ν0A കണ്ടോ. തന്നിരിക്കുന്ന ഒരു മെറ്റലിനെ എന്താണ്? തന്നിരിക്കുന്ന ഒരു ഫോട്ടോസെൻസിറ്റീവ് മെറ്റീരിയലിന് അല്ലെങ്കിൽ മെറ്റലിന് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിൽ എന്താണ്? സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ദർ എക്സിസ്റ്റ് എ സർട്ടൻ മിനിമം ഫ്രീക്വൻസി ν0 ഫോർ വിച്ച് ദ കട്ട് ഓഫ് ഓർ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് 0. അപ്പോൾ ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ട്, കട്ട് ഓഫ് ഫ്രീക്വൻസി ν0 ഉണ്ട്. എന്താണ്? ആ ഫ്രീക്വൻസിയിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ 0 ആണ്. ഇനി ഈ മിനിമം ഫ്രീക്വൻസി ν0നെ നമ്മൾ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും. ത്രഷോൾഡ് ഫ്രീക്വൻസി ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. അത് പല മെറ്റീരിയൽസിന് പലതാണ്. ആ മിനിമം ഫ്രീക്വൻസിനെ ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയും ν0നെ. അപ്പോൾ ഇത്രയാണ് കുട്ടികളെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ കുറിച്ചുള്ള
എക്സ്പെരിമെൻറ്റും അതിൽ നിന്ന് കിട്ടിയ ഇമ്പോർട്ടൻ്റ് റിസൾട്ടുകളും. ഇത് എല്ലാ പരീക്ഷയ്ക്കും ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാറുണ്ട്. സ്ഥിരം ചോദ്യം തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.